ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേന കൃഷിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. പലരും ചേനയൊക്കെ നട്ട് കാണുമായിരിക്കും. മകരം കുംഭം മാസത്തിലാണ് ചേന നടുന്നത്. ഞാൻ കുറച്ച് ലേറ്റായി പോയി, എന്നാലും ചേന നടുന്ന രീതി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇനി നടാത്തവരൊക്കെ കാണുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് ചോദിക്കുന്നുണ്ട്, മിനി ചാനൽ തന്നെ നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി ചേന നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചേന പൂള് വെട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചേന കട്ട് ചെയ്യുന്നതും മുള എങ്ങനെ വേണം ഇത് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചേനയൊക്കെ പൂള് വെട്ടി നടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പം ചേന നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് മുളയൊക്കെ വന്നിരിക്കും. മുള നമ്മൾ കുത്തി മാറ്റുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും നടുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള മുള അല്ലേ, കുഴപ്പമില്ല. മെയിനായിട്ട് ഈ വലുതായിട്ട് വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള കണ്ണ് എല്ലാത്തിലും നല്ല മുള വന്നിങ്ങനെ ഇരിക്കുകയാണ്. കണ്ണ് നോക്കി എടുത്ത് കണ്ണ് ഇങ്ങനെ സെറിഞ്ഞ് നോക്കുമ്പോൾ നല്ല കൊച്ചു കണ്ണ് വരും. നമ്മൾ പൂള് വെട്ടണം. അപ്പം അതിൻ്റെ കൊച്ചു കണ്ണുകൾ നോക്കി നമ്മൾ പൂള് വെട്ടുമ്പോൾ പെട്ടെന്ന് മുളച്ച് വന്നോളും. പിന്നെ ഇത് ഒരുപാട് പാക്കുഞ്ഞുറുക്കും മാതിരി ആക്കാതെ, ഇപ്പോൾ ഈ ചേന ഇപ്പോൾ ഒരു 4-5 കിലോ കാണത്തില്ലേ ഇത്, അതിന് 2ആയിട്ട് ഞങ്ങൾ എന്തായാലും കട്ട് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം 3 വേണമെങ്കിൽ ആക്കാം, പക്ഷേ വെറുതെ ചെറുതാക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് തേച്ച് വയ്ക്കുന്നത് ചാരം ആണ്. ചാണകപ്പാലിലൊക്കെ മുക്കി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പാലിന് നമുക്കിപ്പം പച്ചച്ചാണകം ഒന്നുമില്ലല്ലോ, ഉണങ്ങി കിടക്കുന്ന ചാണകമാണ്. ഇപ്പം പണ്ട് മുതലേ നമ്മളിങ്ങനെ ചാരം തേച്ച് വയ്ക്കാറുള്ളൂ. ഇപ്പം ചാണകം ഉണ്ടെങ്കിൽ ചാണകപ്പാലിനകത്ത് മുക്കി വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞാൽ നടുന്നത്. അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചാണകം മുക്കി വെച്ചാലും അന്ന് തന്നെ നടാല് പിറ്റേന്ന് നടാം. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞേ നടക്കുള്ളൂ. ഇതൊക്കെ മാറി ഇപ്പോൾ. അപ്പം ചേനയുടെ കണ്ണെല്ലാം കുത്തി മാറ്റിയിട്ട് നമ്മൾ ചേനയെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 27 മൂട് ചേനയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കണം, തടവെടുക്കണം. അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാം. അപ്പം ചേന നടുമ്പോൾ നമ്മൾ അതിന് ചേർക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ സ്വല്പം ചാരം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സൂപ്പർ മീലാണ്. സൂപ്പർ മീൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടി ഇടാം. എല്ലുപൊടിയും സ്വല്പം വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്ത് ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ തടം ഒരുക്കിയേക്കുന്നതൊക്കെ ഒന്ന് കാണാം. അതെ, സൂപ്പർ മീലാണ് ഇത്. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ ചേർന്ന ഒരു മിശ്രിത വളമാണ്. ഇവിടെ നമ്മൾ തടം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് സ്വല്പം ചാണകപ്പൊടി, ചാരം, സൂപ്പർ മീൽ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ കൊത്തി ഇളകണം. 4 വശത്തും നല്ലതുപോലെ അറയണം, എങ്കിൽ മാത്രമേ ഇതിന് നന്നായിട്ട് വേരോട്ടം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി അറിയുന്ന നമുക്ക് കാണാം. അപ്പം നമ്മളിത് ഇട്ടിട്ട് അറിയണം, അത് കാണിക്കാൻ പോവാണ്. നല്ലതുപോലെ അറിയണം, നല്ലതുപോലെ ഓരോ പിടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1-1.5 പിടി ഇട്ടാൽ മതി. അറിയാൻ പോവുക. ചാരവും ചാണകം എല്ലാം ഇട്ടേന്നല്ലോ, ഇട്ടതാ. അപ്പോൾ അറിയാൻ പോവുക. നേരത്തെ ഇവിടെ നമ്മൾ ഹിറ്റാച്ചിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കളച്ച് മറിച്ച് ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പദമുണ്ട്. 1-2 മഴ കിട്ടി. പിന്നെ കൂടാതെ നമ്മുടെ കനാലൊക്കെ തുറന്ന് വിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമായി. നമ്മളിപ്പം നട്ടാലും നമുക്ക് അഥവാ ചൂടടിക്കുമെന്നുണ്ടെങ്കിലും കിണറ്റിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇനി ഒഴിച്ചെങ്കിലും കൊടുക്കാം. നമ്മുടെ ചേനത്തടം ഇതേപോലെ 4 വശത്തു നിന്നും നന്നായിട്ട് അറയണം. അപ്പം 4 വശത്തു നിന്നും നന്നായിട്ട് കളച്ചിട്ടുണ്ട്. ഇനി നടുക്ക് ഒരു പിള്ളക്കുഴി എടുക്കുക. പിള്ളക്കുഴി എടുത്തിട്ട് അതിനകത്താണ് നമ്മളിത് നടുന്നത്. ഇപ്പം പണ്ടൊക്കെ പറയാറുണ്ട്, എന്താണ്, വടക്കോട്ട് നോക്കി വെട്ടിയ ഭാഗം വടക്കോട്ടായിരിക്കണമെന്ന്.
അങ്ങനെ ചെയ്യൂ. ആ പിന്നെ വേറെ ആരെങ്കിലും തെക്കോട്ടോ വടക്കോട്ടോ, പക്ഷേ ഞാൻ വടക്കോട്ട് നോക്കി ചെയ്യത്തോളാം. ആ പക്ഷെ എങ്ങനെ വെച്ചാലും നമ്മൾ വെക്കുന്നത് കിളിച്ചു വന്നോളും, അത് വേറെ കാര്യം. പിന്നെ പണ്ടേ ഉള്ള ഒരു ശാസ്ത്രം, അതിലെന്തെങ്കിലും ഒരു കഥ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ വെയിലിന് എതിരായിട്ട് വെക്കണമെന്നാണ് പറയുന്നത്, അതിന് വെട്ടിയ ഭാഗമേ. ഇങ്ങനെ ചെയ്യണം. അതാണ് അതിൽ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം. എന്നിട്ട് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിക്കുക, നല്ലതുപോലെ ചേനയ്ക്ക് ചവിട്ടി ഉറപ്പിക്കണം, അല്ലേ? ഇത് ഉറപ്പിക്കുക, 4 സൈഡും നട്ടിട്ടൊന്ന് ഉറപ്പിച്ചിട്ട് ഇനിയിപ്പം മണ്ണിടും. മണ്ണിട്ടിട്ട് സൈഡ് ഒന്നും കൂടെ ഒന്ന് ചവിട്ടുക. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലാണ് നടുന്നത്. അപ്പോൾ എപ്പോഴും ഒരേ രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് വരാതെ മാറി മാറി നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ഓരോന്ന് കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ മാറ്റങ്ങളും കൂടുതൽ വിളവ് കിട്ടാനും ഒക്കെ സഹായിക്കും. ഇനി 4 വഴിക്കൊന്നും മണ്ണ് കൂമ്പാരം കൂട്ടി ഇങ്ങനെ ഒന്ന് കാലം കൊണ്ട് ചവിട്ടി അങ്ങ് വയ്ക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക. കരിയിലയോ പച്ചിലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതയിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഓലമടലോ ഒക്കെ ഉണ്ടെങ്കിൽ, മടലല്ല ഓല ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ കോഴിയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ ഈ കരിയിലയൊന്നും പറന്നു പോകാതെ ഇവർക്ക് ആവശ്യത്തിനുള്ള തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. തടം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സ്വല്പം വെള്ളം തളിച്ചായിരുന്നില്ല, അതുകൊണ്ട് നല്ല പദമുണ്ട്. തന്നെയല്ല നമ്മൾ കിളയ്ക്കുമ്പോഴും അതിൻ്റെ വക്കന്നൊക്കെ മണ്ണ് കൊഴിഞ്ഞു വീഴാതെ തടം നല്ല വൃത്തിയായിട്ടിരുന്നോളും. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ചേന നടുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് എല്ലാ ഇടവേള കൃഷികളും നടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചേനയെല്ലാം നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കരിയിലയും കൂടെ വാരി ഇട്ടിരിക്കുകയാണ്. കരിയിലയും ചവറുകളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ 27 മൂട് ചേന നമ്മളിവിടെ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഒറ്റസംഖ്യ എട്ടസംഖ്യ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എത്ര ചേനയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് നട്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ നട്ടിരുന്ന കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ രീതിയിലും കുറച്ച് കപ്പയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പം ചേനയും കപ്പയും ഒരേ ദിവസം അങ്ങനെ അങ്ങ് നട്ടു. ഇതാണ് പുതിയ രീതിയിൽ നമ്മൾ നട്ടിരിക്കുന്നതായ മരച്ചീനിക്കമ്പ്. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ നടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചേന നട്ടതുപോലെ തന്നെ തടവെടുത്തിട്ട് അതിനകത്ത് ചാരവും നമ്മുടെ ചാണകപ്പൊടിയും, അതുപോലെ സൂപ്പർ മീലൊന്നും ഇട്ടിട്ടില്ല, ചാരവും ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ട് ചെയ്തതാണ്. പച്ചച്ചാണകമല്ല, ചാണകപ്പൊടി ഇട്ടിട്ട് 60 മൂട് കമ്പ് നമ്മളിങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. അപ്പം എല്ലാവരും ഇതേപോലെ ചേനയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചേനയൊക്കെ നമ്മൾ തന്നെ നടുകയെന്നുണ്ടെങ്കിൽ ഓണത്തിനും അതുപോലെ ഏത് വിശേഷങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഓടിച്ചെന്നൊരു ചേനയൊക്കെ കിളച്ച് നമുക്ക് കറിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഒരു മിനിമം ഒരു 5 ചേനയെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചേനക്കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.